നമസ്കാരം. വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ തളിക്കുളത്ത് 33.5 ഗ്രാം MDMA-യുമായി വധശ്രമ കേസിലെ പ്രതിയും യുവതിയും പിടിയിൽ. പെരിങ്ങോട്ടുകരയിൽ 15 വയസ്സുള്ള പെൺകുട്ടിക്ക് മാനഹാനിയുണ്ടാക്കിയ കേസിലെ പ്രതി പിടിയിൽ. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കും. നാട്ടിക SN കോളേജിൽ നടക്കുന്ന വലപ്പാട് ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ആവശ്യ സുരക്ഷാ മുൻകരുതൽ ഇല്ലെന്ന് പരാതി. വാർത്തകൾ വിശദമായി. തൃശൂർ തളിക്കുളത്ത് 33.5 ഗ്രാം MDMA-യുമായി വധശ്രമ കേസിലെ പ്രതിയും യുവതിയും പിടിയിൽ. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന സർക്കാർ നിയമം മൂലം നിരോധിച്ചിട്ടുള്ള നിരോധിത മാരക രാസലഹരിയായ 33.5 ഗ്രാം MDMA-യുമായി എടത്തേത്തി സ്വദേശി കൊല്ലാറ വീട്ടിൽ 31 വയസ്സുള്ള അഖിൽ, പെരിഞ്ഞനം സ്വദേശി വലിയകത്ത് വീട്ടിൽ 33 വയസ്സുള്ള ഫസീല എന്നിവരെയാണ് തളിക്കുളത്തുള്ള ഫ്ളാറ്റിൽ നിന്നും പിടികൂടിയത്. വലപ്പാട് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. പെരിങ്ങോട്ടുകരയിൽ 15 വയസ്സുള്ള പെൺകുട്ടിക്ക് മാനഹാനിയുണ്ടാക്കിയ കേസിലെ പ്രതി പിടിയിൽ. പെരിങ്ങോട്ടുകര സോമശേഖര ക്ഷേത്രത്തിൽ ഷഷ്ടി കാണുന്നതിനായി വീട്ടുകാരോടൊപ്പം വന്ന 15 വയസ്സുള്ള പെൺകുട്ടിയെ ശരീരത്തിൽ സ്പർശിച്ച് മാനഹാനി ഉണ്ടാക്കിയ സംഭവത്തിൽ പെൺകുട്ടിയുടെ പരാതി പ്രകാരം അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ പെരിങ്ങോട്ടുകര കിഴക്കുമുറി സ്വദേശി വാഴപ്പുരയ്ക്കൽ വീട്ടിൽ 27 വയസ്സുള്ള അനുക്കുട്ടനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. അനുക്കുട്ടൻ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പൊതുസ്ഥലത്ത് ലഹരിക്കടിമപ്പെട്ട് പൊതുജനങ്ങളെ ശല്യം ചെയ്ത ഒരു കേസിലെ പ്രതിയാണ്. അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ SHO സരിൻ AS, SI അഫ്സൽ, MGSI സജീവ്, GSI രാജി, GSCPO അജീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കും. ചേർപ്പ് തിരുവുള്ളക്കാവ് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ വിദ്യാരംഭത്തിന് പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. ക്ഷേത്ര പരിസരത്ത് 3 ഡ്രോണുകളായി തിരിച്ചാണ് പ്രത്യേക സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തുക. ഡ്രോൺ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ അറിയിച്ചു. സ്ഥിരം കുറ്റവാളികൾ, സ്റ്റേഷൻ റൌഡികൾ എന്നിവർക്കെതിരെ കരുതൽ അറസ്റ്റ് നടപടികൾ സ്വീകരിക്കും. വാഹന പാർക്കിങ്ങിനായി പ്രത്യേക സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും SP അറിയിച്ചു. നാട്ടിക SN കോളേജിൽ നടക്കുന്ന വലപ്പാട് ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ആവശ്യ സുരക്ഷാ മുൻകരുതൽ ഇല്ലെന്ന് പരാതി. മത്സരങ്ങൾക്കിടയിൽ പരിക്കേറ്റാൽ ചികിത്സ നൽകാൻ വേണ്ട സംവിധാനങ്ങളില്ലെന്ന് മത്സരാർത്ഥികളും അധ്യാപകരും പരാതിപ്പെട്ടു. കുട്ടിയെ കൊണ്ടുവന്ന അധ്യാപകർ തന്നെ മുൻകൈയെടുത്ത് ചികിത്സ ഒരുക്കേണ്ട അവസ്ഥയാണ് ഉപജില്ലാ കായിക മത്സരത്തിലുടനീളം പ്രകടമാവുന്നത്. തിങ്കളാഴ്ച നടന്ന കബഡി മത്സരത്തിൽ ഇത് സംഭവിക്കുകയും ചെയ്തു. ഏങ്ങണ്ടിയൂർ നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി ഋതുവർണയ്ക്ക് കബഡി മത്സരത്തിനിടെ പരിക്കേറ്റപ്പോൾ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന അധ്യാപകർ തന്നെ പ്രാഥമിക ചികിത്സ ഒരുക്കേണ്ടി വന്നു. മുൻകാലങ്ങളിൽ പ്രാഥമിക ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങൾ സംഘാടകരാണ് ഒരുക്കിയിരുന്നത്. എന്നാൽ ഒഫീഷ്യൽസിനെ ഒരിടത്തും കാണാനില്ലെന്ന് അധ്യാപകർ പറയുന്നു. കായികാധ്യാപകരുടെ ചട്ടപ്പടി സമരം കാരണം ഉപജില്ലാ ഓഫീസറുടെ നേരിട്ടുള്ള നടത്തിപ്പിലാണ് ഇത്തവണ കായികമേള നടക്കുന്നത്. എറവ് പാൽ സൊസൈറ്റിക്ക് സമീപമുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ പരസ്യ ബോർഡ് കെട്ടിത്തൂക്കിയതിന് അരിമ്പൂർ സ്വദേശി ശെൽവരാജിന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം 3000 രൂപ പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകി. എറവ് പാൽ സൊസൈറ്റിക്ക് സമീപമുള്ള മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ പരസ്യ ബോർഡ് കെട്ടിത്തൂക്കിയതിന് അരിമ്പൂർ സ്വദേശി ശെൽവരാജിന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം 3000 രൂപ പിഴയടയ്ക്കാൻ നോട്ടീസ് നൽകി. പരസ്യ ബോർഡ് സ്ഥാപിച്ചവരോട് എടുത്തുമാറ്റാൻ നിർദ്ദേശിച്ചിട്ടും പാലിക്കാത്തതിലാണ് പിഴ ചുമത്തിയതെന്ന് അരിമ്പൂർ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ VS കവിത പറഞ്ഞു. ചാമക്കാല ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CH അനുസ്മരണവും മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത EK മുഹമ്മദ് ഹാജിക്ക് ആദരവും നൽകി. ചാമക്കാല മൂന്നുംകുടി സെന്ററിൽ നടന്ന പരിപാടി മുസ്ലിം ലീഗ് കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് SA സിദ്ദിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ MBA പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അശ്വതി വിനീതിന്
CH മുഹമ്മദ് കോയ സാഹിബ് മെമ്മോറിയൽ വിദ്യാഭ്യാസ അവാർഡ് നൽകി അനുവദിച്ചു. മുസ്ലിം ലീഗ് എടത്തിരുത്തി പഞ്ചായത്ത് സെക്രട്ടറി AM മൻസൂർ മുഖ്യപ്രഭാഷണം നടത്തി. മുസ്ലിം ലീഗ് ചാമക്കാല ശാഖാ പ്രസിഡന്റ് PK ഹംസ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം വൈസ് പ്രസിഡന്റ് PA മൊയ്തു സാഹിബ്, പഞ്ചായത്ത് പ്രസിഡന്റ് EK മുഹമ്മദ് ഹാജി, ജില്ലാ കൗൺസിൽ അംഗം PK മുഹമ്മദ് അലി ഹാജി, വാർഡ് മെമ്പർ KS അനിൽകുമാർ, അബ്ദുൽ ജബ്ബാർ MCM, ഉബൈദ് PA, വനിതാ ലീഗ് മണ്ഡലം സെക്രട്ടറി രഹന റഷീദ്, ശാഖാ സെക്രട്ടറി സാജിദ റിയാസ് എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. VM സൈഫുദ്ദീൻ സ്വാഗതം പറഞ്ഞ പരിപാടിക്ക് ഹുസൈൻ പടിയത്ത് നന്ദി പറഞ്ഞു. മറ്റ് നേതാക്കളും പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു. സമുദായത്തിനും സമൂഹത്തിനും വെളിച്ചം പകർന്നുകൊടുത്ത ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിത താളുകൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ കാലം മുതൽ അതിന്റെ എല്ലാ രൂപത്തിലും അദ്ദേഹത്തിന്റെ മനസ്സിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിലും സമുദായത്തിന്റെ മുമ്പിലും നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചിന്തകൾ പതിപ്പിച്ച ഒരു മഹാനായിരുന്നു CH. അവർ കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനം വേണം, മറ്റുള്ളവർക്കും മറ്റു സമുദായങ്ങൾക്കും പഠിക്കാനുള്ള സംവിധാനം വേണം എന്നുള്ള നിലക്ക് സ്കൂളില്ലാത്തൊരു കാലഘട്ടത്തിൽ സ്കൂൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി തെക്കുവടക്ക് ഓടി നടന്ന് സ്കൂളുകൾ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി ആ കാലഘട്ടത്തിൽ ജുമാ നമസ്കാരത്തിന് വേണ്ടി അതാത് പള്ളികളിൽ നമസ്കരിക്കാൻ പോവുകയും അത് കഴിയുമ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ സംസാരിക്കുമ്പോൾ സാമ്പത്തികമായി ആരാണുള്ളത് അവരെ ഒന്ന് കാണേണ്ടതുണ്ട്. ആ നിലക്ക് അവർ കാണിച്ചു കൊടുക്കുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും അങ്ങനെ സ്ഥലം എടുക്കുന്നതിന്റെ കാര്യങ്ങളിലേക്ക് കടക്കുകയും സ്കൂളിന്റെ സംവിധാനം മഹാനായ CH ചെയ്തു കൊടുക്കുകയും അതേ രംഗത്ത് തന്നെ ഈ ചാമക്കാലയിലും മഹാനായ CHന്റെ കയ്യൊപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ സന്തോഷകരമാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായി വികസന പ്രവർത്തനങ്ങളൊന്നും നടന്നില്ലെന്ന് ആരോപിച്ച് എടത്തിരുത്തി ചന്ദ്രാപിന്നി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുറ്റപത്ര വാഹന പ്രചരണ ജാഥ നടത്തി. ചാമക്കാല മൂന്നുംകുടി സെന്ററിൽ നിന്ന് ആരംഭിച്ച ജാഥ മുൻ MP TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ചന്ദ്രാപിന്നി മണ്ഡലം പ്രസിഡന്റ് PD സജീവ് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, നൌഷാദ് ആറ്റുപറമ്പത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ P മേനോൻ, വൈസ് പ്രസിഡന്റ് ഉമറുൽ ഫാറൂഖ്, സെക്രട്ടറിമാരായ TA നസീമുദ്ദീൻ, KK അൻവർ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലൈല മജീദ്, മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹരിദാസ് കൊച്ചിക്കാട്ട്, ജാഥ ക്യാപ്റ്റൻ സജീവ് വയനപ്പള്ളി, വൈസ് ക്യാപ്റ്റൻ KK രാജേന്ദ്രൻ, കോർഡിനേറ്റർ PM സലീം എന്നിവർ സംസാരിച്ചു. പണ്ട് 50 രൂപ പോലും 50 രൂപയ്ക്ക് മേൽ ചിലവഴിക്കണമെങ്കിൽ DDP എന്ന് പറയുന്ന ഡിസ്ട്രിക്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്തിന് അനുമതി വേണ്ടിയിരുന്ന കാലത്ത് നിന്ന് മാറി കോൺഗ്രസ് നേതാവായ രാജീവ് ഗാന്ധി ഇന്ത്യയുടെ ഭരണഘടന ഭേദഗതി ചെയ്ത് പഞ്ചായത്ത് സ്ഥാപനങ്ങൾക്ക് പ്രാദേശിക ഗവൺമെന്റുകളുടെ പരിപൂർണമായ അധികാരം കൈമാറിയിരുന്നു. ഇന്ന് സംസ്ഥാനാവിഷ്കൃത പദ്ധതികളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ പണം പഞ്ചായത്തിന്റെ ഫണ്ടിൽ അക്കൗണ്ടിൽ നേരിട്ട് പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും കൈകാര്യം ചെയ്യാവുന്ന രീതിയിൽ വരികയാണ്. ഗ്രാമസഭകൾ വഴി അംഗീകരിച്ച് പഞ്ചായത്ത് വികസന സെമിനാർ പാസാക്കി ഭരണസമിതിക്ക് അംഗീകാരം DDP അംഗീകാരം കൊടുത്താൽ ആ അംഗീകാരം കൊടുക്കുന്ന പദ്ധതികളെല്ലാം സമയബന്ധിതമായി തീർക്കേണ്ടതാണ് പഞ്ചായത്ത് രാജിന്റെ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എടത്തിരുത്തി പഞ്ചായത്ത് എന്തുകൊണ്ടാണ് ഇപ്പോഴും വികസനമില്ലാത്ത ദുർബലമായ ഒരു സ്ഥലമായി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് കൃത്യമായും ഒരു ദിശാബോധം ഉണ്ടാകണം. ദിശാബോധം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും കൊടുക്കുന്ന പദ്ധതി പണങ്ങൾ സമയബന്ധിതമായി ചെലവഴിക്കാനും അതിനൊരു ദീർഘവീക്ഷണാടിസ്ഥാനത്തിൽ അതിന് ആവിഷ്കരിക്കാനും കഴിയണം. ഈ 2 കാര്യത്തിലും എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ 20 വർഷമായി പരാജയമാണ്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഈ 5 വർഷം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തിനെ പരിപൂർണമായും പിന്നോട്ട് കൊണ്ടുപോയി. നമ്മുടെ ഈ പഞ്ചായത്തിൽ നിരവധി പേർ വീടില്ലാത്തവരുണ്ട്. വീടില്ലാത്തവരും ഭൂമിയില്ലാത്തവരുമായ നിരവധി കുടുംബങ്ങളുണ്ട്. അവർക്ക് വേണ്ടിയാണ് പണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും AK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും UDFന്റെ ഗവൺമെന്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും അത് ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകൾ മുഖാന്തരം ഭവന പദ്ധതി ആവിഷ്കരിച്ചത്. രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പ്രസംഗം നടത്തിയ RSS നേതാവ് പെൻഡു മഹാദേവനെ അറസ്റ്റ് ചെയ്യാത്ത നടപടിയിൽ പ്രതിഷേധിച്ച്
ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. എടത്തിരുത്തി പുളിഞ്ചോട്ടിൽ നടന്ന പ്രതിഷേധ മാർച്ച് DCC ജനറൽ സെക്രട്ടറി നൌഷാദ് ആറ്റുപറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സുനിൽ P. മേനോൻ അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ സജീവ് വൈനപ്പള്ളി, PM സലീം, KK രാജേന്ദ്രൻ, PD സജീവ്, AM ഉമറുൽ ഫാറൂഖ്, TK പ്രകാശൻ, സുരേഷ് കൊച്ചുവേട്ടിൽ, CJ പോൾസൺ, CJ ജോഷി, KK കുട്ടൻ, KV അബ്ദുൾ മജീദ്, TS ശശി, സുധാകരൻ മണപ്പാട്ട്, ES നിയാസ്, പ്രവിത ഉണ്ണികൃഷ്ണൻ, CD ലിറ്റി എന്നിവർ നേതൃത്വം നൽകി. രാജ്യത്തെ ജനങ്ങളുടെ വോട്ട് അവകാശ സംരക്ഷണത്തിനായി രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് ജോലി പ്രക്ഷോഭ പരിപാടികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണം നടത്തി. DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. നേതാക്കളായ CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, CJ ജോഷി, PT രാമചന്ദ്രൻ, ദാസൻ പനക്കൽ, ശോഭന രവി, മണി ഉല്ലാസ്, PM അലി, സന്തോഷ് വടക്കേടത്ത്, KK ഗഫൂർ എന്നിവർ സന്നിഹിതരായി. നമ്മുടെ കയ്പമംഗലം പഞ്ചായത്തിൽ നിന്ന് പോലും BJPയുടെ പ്രവർത്തകർ തൃശ്ശൂർ പാർലമെന്റ് നിയോജകമണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്ത കഥ നാം അടുത്തിടെ മനസ്സിലാക്കുകയുണ്ടായി. ബഹുമാന്യ രാഹുൽ ഗാന്ധി കൃത്യമായ അന്വേഷണം നടത്തി പരിശോധന നടത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ 60ഓളം പാർലമെന്റ് നിയോജകമണ്ഡലങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി കള്ളവോട്ട് നടത്തിക്കൊണ്ട് തന്നെയാണ് പാർലമെന്റ് മെമ്പർ സ്ഥാനവും ഇന്ത്യൻ പ്രധാനമന്ത്രി പദവും പിടിച്ചെടുത്തതെന്ന് വ്യക്തമായിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദേശീയ തലത്തിൽ കള്ളവോട്ടിനെതിരെ BJPയുടെ ഫാസിസത്തിനെതിരെ ശക്തമായ സമരപരിപാടികളും പ്രചരണ പരിപാടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മതിലകം പുതിയകാവ് അൽനൂർ സെന്ററിൽ CFJ ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. എങ്ങനെ രോഗങ്ങൾ ഇല്ലാതെ ജീവിക്കാം എന്ന വിഷയത്തിൽ ആയുർവേദ പാരമ്പര്യ മർമ്മ ചികിത്സാ രംഗത്തെ വിദഗ്ധനായ PK ഉമ്മർ വൈദ്യർ ക്ലാസ് നയിച്ചു. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് PA സിദ്ദീഖ് ആരോഗ്യ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. അൽനൂർ സെന്റർ പ്രസിഡന്റ് SA സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. CFJ ഹെൽത്ത് കെയർ ജനറൽ കൺവീനർ ഷംസുദ്ദീൻ വാത്തിയടത്ത് ആമുഖ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് മുഹമ്മദ് റഫൽ, അൽനൂർ ജുമാ മസ്ജിദ് ഖത്തീബ് PPM ആസിഫ് ഫൈസി, അൽനൂർ സെൻട്രൽ ജനറൽ സെക്രട്ടറി MH സിദ്ദീഖ്, ട്രഷറർ NK നാസർ, അൽ ഹാഫിൽ മുഹമ്മദ് ആദിൽ തുടങ്ങിയവർ സംസാരിച്ചു. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലെ മടത്തിൽ വഴി ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2,78,000 രൂപ ചെലവഴിച്ചുകൊണ്ടാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ BK മണിലാൽ, MG NREGS AE കവിത, അഖിൽ, റോഡ് നിവാസികളും പൊതുപ്രവർത്തകരും പങ്കെടുത്തു. പെരിഞ്ചനം കോവിലകം കിഴക്ക് ഭാഗത്ത് പുലിയെന്ന സംശയത്തിൽ കണ്ടത് കാട്ടുപൂച്ചയാണെന്ന് ഫോറസ്റ്റ് അധികൃതർ സ്ഥിരീകരിച്ചു. ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷനിൽ മൊബൈൽ പാർട്ടി ഓഫീസർ നടത്തിയ പരിശോധനയിലാണ് കണ്ടത് കാട്ടുപൂച്ചയാണെന്ന് ഉറപ്പിച്ചത്. രാത്രി 7:30 പുലിയെ കണ്ടതായി പറഞ്ഞ വീട്ടിലെത്തി CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് കാട്ടുപൂച്ച തന്നെയാണ് എന്ന് ഉറപ്പിച്ചത്. ഇതോടെ ഏറെ നേരം പരിഭ്രാന്തരായ ജനങ്ങൾക്ക് ആശ്വാസമായി. ഇന്ന് വൈകിട്ട് 4:30 കോവിലകം കിഴക്ക് ഭാഗത്ത് പുലിയെ കണ്ടതായി സംശയം ഉയർന്നത്. വീടിന്റെ മതിലിൽ കയറി നടക്കുന്ന ദൃശ്യവും പുറത്തു വന്നിരുന്നു. സംഭവം അറിഞ്ഞ് കയ്പമംഗലം പോലീസും പെരിഞ്ഞനം പഞ്ചായത്ത് അധികൃതരും നിരവധി നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. കണ്ടത് കാട്ടുപൂച്ചയെ ആണെന്നറിഞ്ഞതോടെയാണ് പരിഭ്രാന്തിക്ക് വിരാമമായത്. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് പുത്തൻപീടിക സെന്റ് ആന്റണീസ് HSSലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സുഹൃതം സ്നേഹസംഗമം 2025 സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ സ്മിത P. ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രോഗ്രാം കൺവീനർ KN സോന അധ്യക്ഷത വഹിച്ചു. വയോജനങ്ങൾക്കുള്ള ആദരവും വയോജന ക്ലബ് രൂപീകരണവും നടത്തി. വയോജകർ അവരുടെ സ്കൂൾ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തു. NSS ലീഡർമാരായ അശ്വജിത്ത്, ദേവി കൃഷ്ണ, ആൻവി വിജോ, സന ഫാത്തിമ എന്നിവർ നേതൃത്വം നൽകി. കർഷകർക്ക് നെല്ലിന്റെ വില കാലതാമസം കൂടാതെ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ചു. എൻ്റെ സബ്മിഷൻ കർഷകരുടെ സമയബന്ധിതമായ നെല്ലിൻ്റെ വില ലഭിക്കുന്നതിനെ സംബന്ധിച്ചാണ്. നെല്ല് സംരക്ഷണ പദ്ധതി പ്രകാരം കേരളത്തിലെ കർഷകരിൽ നിന്ന് സംഭരിക്കുന്ന നെല്ലിൻ്റെ വില ലഭിക്കുന്നതിന് വലിയ കാലതാമസം ഉണ്ടാക്കുന്നു. ഇത് കർഷകർക്ക് ഉണ്ടാക്കുന്ന പ്രയാസം ചെറുതല്ല. ബാങ്കുകൾ മുഖേന PRS വായ്പയാണ് ഭരണവില നിലവിൽ ലഭിച്ചു വരുന്നത്. ഇതിനായി ഒരു വായ്പ എടുക്കുന്ന എല്ലാ നടപടിക്രമങ്ങളുടെയും കർഷകൻ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. നെല്ലെടുത്താൽ ഉടൻ കാലതാമസം ഒന്നും കൂടാതെ കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് നെല്ലിൻ്റെ വില ലഭിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന് ഞാൻ ഈ സബ്മിഷനോട് അഭ്യർത്ഥിക്കുന്നു. നെല്ലിന്റെ താങ്ങുവില കാലാകാലങ്ങളായി നിശ്ചയിക്കുന്നതും നൽകുന്നതും കേന്ദ്ര സർക്കാർ ആണെന്നും കേന്ദ്രം നൽകുന്ന താങ്ങുവില
അപര്യാപ്തമായതിനാൽ അതിനു പുറമെ സംസ്ഥാന സർക്കാർ പ്രോത്സാഹന ബോണസും SIBയും നൽകുന്നുണ്ടെന്നും കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിക്കുവാൻ 8 മാസം മുതൽ 12 മാസം വരെ കാലതാമസം നേരിടാറുണ്ടെന്നും 2017-18 മുതൽ 2024-25 വരെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 10,206 കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിട്ടുണ്ടെന്നും സംഭരണത്തിന്റെ കണക്കുകൾ യഥാസമയം കേന്ദ്രത്തിന് കൊടുക്കാത്തത് കൊണ്ടാണ് ഈ തുകകൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് തെറ്റായ ഒരു പ്രചരണം നടക്കുന്നുണ്ടെന്നും എന്നാൽ ഇപ്രകാരം കണക്കുകളൊന്നും നൽകാനില്ലെന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും 1 രൂപ പോലും നെല്ലിന്റെ സംഭരണമായി ലഭിച്ചിട്ടില്ലെന്നും സംസ്ഥാന സർക്കാർ മുഴുവൻ കർഷകർക്കും നെല്ലിന്റെ തുക കൊടുത്തു തീർക്കാൻ നടപടി സ്വീകരിച്ചതായും അടുത്ത സംവരണ വർഷം മുതൽ നെല്ലെടുത്താൽ ഉടൻ തന്നെ കർഷകർക്ക് സംവരണ വില ലഭ്യമാക്കാൻ ഉതകുന്ന തരത്തിൽ കേരള ബാങ്കുമായി സഹകരിച്ച് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 16-ന് ചേർന്ന കൃഷി, വൈദ്യുതി, സഹകരണ, ഭക്ഷ്യ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നുണ്ടെന്നും നാട്യ നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ അവതരിപ്പിച്ച സബ്മിഷന് നടപടി സ്വീകരിച്ചുകൊണ്ട് ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജിയ അനിൽ അറിയിച്ചു. അടുത്ത സംഭരണ വർഷം മുതൽ നെല്ലെടുത്താൽ ഉടൻ തന്നെ കർഷകർക്ക് സംഭരണ വില ലഭ്യമാക്കാൻ ഉതകുന്ന തരത്തിൽ കേരള ബാങ്കുമായി സഹകരിച്ച് ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിന് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ സെപ്റ്റംബർ 16-ന് ചേർന്ന കൃഷി, വൈദ്യുതി, സഹകരണം, ഭക്ഷ്യ വകുപ്പ് മന്ത്രിമാരുടെ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ സഭയെ അറിയിക്കുകയാണ് സാർ. വിശദമായ കണക്കും വിശദമായ റിപ്പോർട്ടും ഇതോടൊപ്പം മേശപ്പുറത്ത് വയ്ക്കുകയാണ്. വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ പൂജവെപ്പിനോടനുബന്ധിച്ച് കുട്ടിത്തിരുവാതിര കൂട്ടം പെരിഞ്ഞണം അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ തളിക്കുളത്ത് 33.5 ഗ്രാം MDMA-യുമായി വധശ്രമ കേസിലെ പ്രതിയും യുവതിയും പിടിയിൽ. പെരിങ്ങോട്ടുകരയിൽ 15 വയസ്സുള്ള പെൺകുട്ടിക്ക് മാനഹാനിയുണ്ടാക്കിയ കേസിലെ പ്രതി പിടിയിൽ. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിൽ പോലീസ് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കും. നാട്ടിക SN കോളേജിൽ നടക്കുന്ന വലപ്പാട് ഉപജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് ആവശ്യ സുരക്ഷാ മുൻകരുതൽ ഇല്ലെന്ന് പരാതി. ഇതോടെ വാർത്താ നേരം പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.